ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പവർ സെക്ടറിലെ ഒരു പ്രൊമിനൻ്റ് സ്റ്റോക്കായ ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ, അതായത് 22 സെപ്റ്റംബർ 2021 ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ 1.69% പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു. അതായത് സ്റ്റോക്ക് ഒരു പോസിറ്റീവ് എൻഡിംഗ് ആണ് നൽകിയത്. അതോടൊപ്പം തന്നെ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ചില പോസിറ്റീവ് ന്യൂസുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട പോസിറ്റീവ് ന്യൂസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഇൻട്രാഡേ, പൊസിഷണൽ ബ്രേക്കൗട്ട്, BTST തുടങ്ങിയ കോംബോ പാക്ക് ലഭിക്കുന്നതിന് വേണ്ടി പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടാറ്റ പവർ എന്ന സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവ് ന്യൂസ്, ടാറ്റ പവർ എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയും അതുപോലെ തന്നെ ഉടൻ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകാൻ പോകുന്ന കമ്പനിയുമായ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വേണ്ടിയുള്ള ഫണ്ട് റൈസിംഗ് പുനരാരംഭിച്ചു എന്നുള്ളൊരു വാർത്തയാണ്. മുമ്പ് ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് വേണ്ടി റിന്യൂവബിൾ എനർജി ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് വഴിയായിരുന്നു ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായി മലേഷ്യയുടെ പെട്രോനാസ് എന്ന കമ്പനി $2 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നൽകാൻ തയ്യാറായതുമാണ്. എന്നാൽ ടാറ്റ ഗ്രൂപ്പ് ഈ പ്ലാൻ ഒഴിവാക്കുകയും പകരം ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ എൻ്റയർ റിന്യൂവബിൾ എനർജി ബിസിനസ്സിനെ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഭാഗമാക്കുകയും ചെയ്തു. അതിനുശേഷം റിന്യൂവബിൾ എനർജി ബിസിനസ്സിനെ ഷോ ചെയ്തുകൊണ്ടുള്ള ഒരു ഫണ്ട് റൈസിംഗ് ആണ് ടാറ്റ ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഭാഗമായി ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ ചാർജിംഗ് സ്റ്റേഷനുകൾ, റൂഫ് ടോപ്പ് സോളാർ, മൈക്രോഗ്രിഡ് പാനൽ മാനുഫാക്ചറിംഗ്, EPC പ്രോജക്റ്റുകൾ എന്നിവയെല്ലാം ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കീഴിലാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ വളരെ ഫേമസ് ആയ ടാറ്റ പവർ സോളാർ എന്ന കമ്പനിയും ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സീനറിയോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയിൽ ഫണ്ട് റൈസിംഗ് ആക്ടിവിറ്റി തുടങ്ങിയത് കമ്പനിയുടെ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റിങ്ങിന് മുന്നോടിയായിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഇതിനെ വളരെ വലിയ ഒരു പൊട്ടൻഷ്യൽ വാല്യൂ അൺലോക്കിംഗ് പ്രോസസ് ആയിട്ട് തന്നെയാണ് എക്സ്പെർട്ടുകളും വിലയിരുത്തുന്നത്. അതായത് ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകുന്നതിന് മുന്നോടിയായിട്ടുള്ള ക്യാപിറ്റൽ റൈസുകളും അതുപോലെ തന്നെ എക്സ്റ്റേണൽ അഡ്വൈസ് പ്രോസസ്സുകളും ആൾറെഡി സ്റ്റാർട്ടായി കഴിഞ്ഞു എന്ന് വേണം നമ്മൾക്ക് അനുമാനിക്കാൻ. ടാറ്റ പവറിൻ്റെ ബിസിനസ് മോഡൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ടാറ്റ പവറിൽ നമ്മൾക്ക് രണ്ട് രീതിയിലുള്ള ബിസിനസ്സുകളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന് കൺവെൻഷണൽ ആയിട്ടുള്ള എനർജി ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സുകളും, രണ്ടാമത്തേത് റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോയും. ടാറ്റ പവർ എന്ന കമ്പനിയുടെ റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ അറൗണ്ട് 4.5 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി പോർട്ട്ഫോളിയോ ആണ്. ഇവിടെ 2.9 ജിഗാവാട്ട് ഓപ്പറേഷണലും 1.6 ജിഗാവാട്ട് അണ്ടർ കൺസ്ട്രക്ഷനുമാണ്. അതുപോലെ തന്നെ ഏകദേശം 600 പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ, 110 സിറ്റികളിലായി 600 പബ്ലിക് ചാർജിംഗ് സ്റ്റേഷനുകൾ കമ്പനി സ്ഥാപിച്ചു കഴിഞ്ഞു. ടാറ്റ മോട്ടോർ, JLR, MJ മോട്ടോർ, HPCL, IOC, ഇന്ത്യൻ റെയിൽവേ, ലോത്ത ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കമ്പനികളുമായി ചേർന്ന് ഈ കമ്പനി ഇലക്ട്രിക്കൽ വെഹിക്കിൾ പാർട്ണർഷിപ്പിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ സോളാർ പ്രൊഫൈൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് സോളാർ EPC പ്ലെയറായി മാറിയിട്ടുണ്ട്. കൂടാതെ കമ്പനിയുടെ സോളാർ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റിയും വർദ്ധിച്ചിട്ടുണ്ട്. 2030 ഫിനാൻഷ്യൽ ഇയറോടുകൂടി കമ്പനിയുടെ ടാർഗറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 80% ക്ലീൻ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ടാറ്റ പവർ എന്ന കമ്പനി ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ടോട്ടൽ റിന്യൂവബിൾ എനർജി പവർ കപ്പാസിറ്റി 13 ജിഗാവാട്ടായി ഉയർത്തണം എന്ന ലക്ഷ്യവുമുണ്ട് ടാറ്റ പവറിന്. ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ഈ സ്റ്റോക്ക് 80 രൂപ പ്രൈസ് റേഞ്ചിലായപ്പോൾ തന്നെ ട്രാക്ക് ചെയ്ത് വരികയാണ്. അതായത് ടാറ്റ പവർ എന്ന കമ്പനിയുടെ ബിസിനസ് മോഡലിൽ പ്രകടമായ മാറ്റം വന്ന സമയം മുതൽ തന്നെ നമ്മൾ ഈ സ്റ്റോക്കിന് റെഗുലറായി ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. കമ്പനിയുടെ ബിസിനസ് മോഡലിൽ വന്ന പ്രകടമായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ, കമ്പനി ഹെവി അസറ്റ് ബിസിനസ്സിലേക്ക് പോകുന്നതിന് പകരം ബിസിനസ് ടു കൺസ്യൂമർ സെക്ടറിലേക്കാണ് കമ്പനി ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഇലക്ട്രിക്കൽ വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ, കൂടാതെ ഹോം ഓട്ടോമേഷൻ, കൂടാതെ സോളാർ EPC പമ്പുകൾ, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വാല്യൂ ചെയിൻ തുടങ്ങിയ ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവും അതുപോലെ തന്നെ മോർ
വാല്യൂബിളുമായിട്ടുള്ള കൂടാതെ ഗ്രോത്ത് സ്ട്രാറ്റജി ഉയർന്ന ബിസിനസ് സെക്ടറുകളിലേക്കാണ് ടാറ്റ പവർ എന്ന സ്റ്റോക്ക് പോകുന്നത്. കമ്പനിയുടെ സോളാർ പ്രൊഫൈൽ മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് വളരെ വലിയ ഗ്രോത്ത് ആണ് കാണാൻ സാധിക്കുന്നത്. അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ലാസ്റ്റ് ഇവൻ്റാണ് ഈ കമ്പനി ലഡാക്കിൽ സ്ഥാപിച്ച ബാറ്ററി സ്റ്റോറേജ് ടെൻഡർ. അതായത് ഏകദേശം 50 MWh ശേഷിയുള്ള ബാറ്ററി സ്റ്റോറേജ് ടെൻഡറാണ് ഈ കമ്പനി ലഡാക്കിൽ സ്ഥാപിച്ചത്. അതുകൂടാതെ കമ്പനിയുടെ സോളാർ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 1.1 GW ഉയർത്തുകയും വരും സമയങ്ങളിൽ ഇത് ഡബിൾ ആക്കാനുള്ള ശേഷിയും ടാറ്റ പവർ എന്ന കമ്പനിക്കുണ്ട്. കൂടാതെ ഈ കമ്പനിയുടെ സോളാർ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ അടിയിൽ വന്നത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിൻ്റെ കീഴിൽ വന്നതും ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ്. എൻ്റയർ സ്റ്റോക്കിൻ്റെ നേച്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റും മെച്ചമാകുന്നു എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. അതായത് 2021 ജൂൺ മാസത്തിലെ റിപ്പോർട്ട് പ്രകാരം ഈ കമ്പനിക്ക് മുകളിലുള്ള ഡെപ്റ്റ് 38,898 കോടിയായി കുറഞ്ഞിട്ടുണ്ട്. ഇതിൽ 13,220 കോടി രൂപയുടെ ഡെപ്റ്റ് ടാറ്റ പവറിൻ്റെ തന്നെ സബ്സിഡറി കമ്പനിയായ ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിക്ക് മുകളിലുള്ള ഡെപ്റ്റാണ്. ഇതുകൂടാതെ റീസെൻ്റ്ലി ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ പേരൻറ്റ് ഗ്രൂപ്പായ ടാറ്റ സൺസ് ഈ കമ്പനിയിൽ $350 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്ക് വരും സമയങ്ങളിലും നന്നായി പെർഫോം ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. സ്റ്റോക്കിൻ്റെ റീസെൻറ്റ് പെർഫോമൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസത്തിൽ ഈ സ്റ്റോക്ക് ഏകദേശം 30% റിട്ടേൺ ആണ് ജനറേറ്റ് ചെയ്ത് തന്നത്. ഇനി നമ്മൾക്ക് ടാറ്റ പവർ എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കിടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ഡെയിലി ചാർട്ട് പാറ്റേൺ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ടാറ്റ പവർ എന്ന സ്റ്റോക്കിനെ കുറിച്ച് ഞാൻ എൻ്റെ മെമ്പേഴ്സിന് ഒരു അലർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾക്ക് കാണാൻ സാധിച്ചു കപ്പ് ആൻഡ് ഹാൻഡിൽ ടൈപ്പ് ബ്രേക്കൗട്ട് പാറ്റേൺ ഫോം ചെയ്തിരുന്നു. അതിനുശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ടും കാണാൻ സാധിച്ചിരുന്നു. അതായത് 133 രൂപ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് 143 രൂപ അല്ലെങ്കിൽ 144 രൂപ എന്ന ലെവലിലേക്കുള്ള ഒരു ബ്രേക്കൗട്ട് നൽകിയിരുന്നു. ബ്രേക്കൗട്ടിന് ശേഷം ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിൻ്റെ ഭാഗമായി ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ബിയറിഷ് ക്യാൻഡിലുകളാണ് കാണാൻ സാധിച്ചിരുന്നത്. എന്നിരുന്നാലും ഈ ക്യാൻഡിലുകൾ ബിയറിഷ് ക്യാൻഡിലുകൾ ആയിരുന്നിട്ട് കൂടിയും ടാറ്റ പവർ എന്ന സ്റ്റോക്ക് ക്ലോസിംഗ് നൽകിയത് ബ്രേക്കൗട്ട് ലെവലിന് മുകളിൽ തന്നെയാണ്. അതായത് ഏകദേശം 135 രൂപ എന്ന സപ്പോർട്ട് ക്ലോസിംഗ് ബേസിൽ ഈ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്റ്റ് തന്നെയാണ്. 135 രൂപ സപ്പോർട്ട് 135 രൂപ എന്ന റെസിസ്റ്റൻസ് ടാറ്റ സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിൻ്റെ മുൻപുള്ള ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിരുന്നു. റീസെൻ്റ്ലി ഈ ലെവലിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നൽകുകയും 135 രൂപ എന്ന റേഞ്ച് സ്റ്റോക്കിൻ്റെ സപ്പോർട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഈ അവസരത്തിൽ ടാറ്റ പവർ എന്ന സ്റ്റോക്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അതായത് ഗ്ലോബൽ മാർക്കറ്റിലുണ്ടായ നെഗറ്റീവ് സെൻറ്റിമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് ബ്രേക്കൗട്ടിന് ശേഷം വളരെ വലിയ ഒരു റാലി കാണാൻ സാധിച്ചില്ല. അതിൻ്റെ ഫലമായി ഈ സ്റ്റോക്ക് ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് ഇൻവെസ്റ്റിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി നൽകുന്നു എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. ഇനി സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ സ്റ്റോക്ക് 30-40% റിട്ടേൺ തന്ന സ്റ്റോക്ക് തന്നെയാണ്. അതായത് 2021 ജൂൺ മാസത്തിൽ ഈ സ്റ്റോക്ക് 90 രൂപ പ്രൈസ് റേഞ്ചിൽ അതായത് 100 രൂപയ്ക്കും താഴെയുള്ള പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ വില ഏകദേശം 138 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. വരും സമയങ്ങളിൽ അതായത് ടാറ്റ പവർ റിന്യൂവബിൾ എനർജി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ലിസ്റ്റിങ്ങോടുകൂടി നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാനാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.